എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് പ്രതീക്ഷിച്ചില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ടുമില്ല. പക്ഷെ നിങ്ങൾ വന്ന സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടുന്നത് അനിവാര്യതയാണല്ലോ. മാധ്യമപ്രവർത്തകർ സഭയുടെ പ്രതിസന്ധിയിൽ കൂടെ നിന്നു നീതിയുക്തമായി കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്ന് മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം വിശ്വസിക്കുന്നു. നീതി നിഷേധിക്കപ്പെട്ട ഒരു സഭാവിഭാഗമാണ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ. ആ നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടമാണ് സഭ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് 60-ഓളം പള്ളികൾ നഷ്ടപ്പെട്ടു. അവിടെയെല്ലാം മൃഗീയ ഭൂരിപക്ഷമുള്ള യാക്കോബായ സുറിയാനി സഭ ദേവാലയങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനിയും നൂറുകണക്കിന് ദേവാലയങ്ങൾ അതുപോലെ സുറിയാനി സഭയുടെ യാക്കോബായ സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളികൾ, അതിൻ്റെ കസ്റ്റോഡിയൻസും ഉടമസ്ഥരും അതിൻ്റെ ഡോക്യുമെന്റേഴ്സും ടാക്സ് കൊടുക്കുന്നതുമൊക്കെ ഈ ഇടവക ജനങ്ങളാണ്. ഇടവക പൊതുയോഗം, ഇടവക പള്ളി, ഇടവകയിലെ ആത്മീയ ഭരണകാര്യങ്ങൾ ഇതെല്ലാം നിർവഹിക്കപ്പെടുന്നത് പൊതുയോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അതിനെയെല്ലാം നിർവീര്യമാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിലൂടെ 2017 ജൂലൈ 3 വിധിയിലൂടെ ഞങ്ങളുടെ പള്ളികളെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണം സെമിത്തേരി ബില്ലുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് കുറെ പ്രയോജനപ്പെട്ടു, പൂർണ്ണതയിലെത്തിയില്ല എങ്കിൽ കൂടിയും ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് ഒരു നിയമനിർമ്മാണമാണ്. അതല്ലെങ്കിൽ മറുവിഭാഗവുമായി ഗവൺമെന്റ് ചർച്ച ചെയ്ത് രണ്ട് വിഭാഗത്തിനും കേടില്ലാത്ത രീതിയിൽ നീതിയുക്തമായ ഒരു തീർപ്പാണ് ഉണ്ടാകേണ്ടത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വ്യവഹാരവും തർക്കവുമാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ രണ്ട് മാർഗങ്ങളിൽ സഭ കൂടുതൽ വിശ്വസിക്കുന്നതും ശാശ്വതമാകുമെന്ന് കരുതുന്നതും യഥാർത്ഥത്തിൽ ഒരു നിയമനിർമ്മാണം തന്നെയാണ്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ് സാറ് കൊണ്ടുവന്ന ഒരു ബില്ലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം നടത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. ഗവൺമെന്റാണ് ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കേണ്ടുന്നത്. സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി ഉറപ്പാക്കണമെന്ന് ഗവൺമെന്റിന് താല്പര്യങ്ങളുമുണ്ട്. എന്നാൽ അവിടെ ചർച്ചകൾക്ക് വേണ്ടി മറുവിഭാഗം മുൻപോട്ട് വരുമ്പോൾ ചർച്ചകൾക്ക് മുമ്പിൽ നമ്മൾ ഒരിക്കലും മാറി നിൽക്കുകയില്ല. ചർച്ചകളിലൂടെ രമ്യമായ പരിഹാരമുണ്ടാക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ട് ഇതിൽ സഭ സഹകരിക്കും. എന്നാൽ നിയമനിർമ്മാണമായിരിക്കും രണ്ട് വിഭാഗത്തെയും സംബന്ധിച്ചും ശാശ്വതമായ പരിഹാരത്തിന് ഉപോത്ഫലകമായിട്ടുള്ളത്. മാത്രവുമല്ല, അവിടെ ആരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നില്ല. മറുവിഭാഗത്തിന്റെ പള്ളികൾ സംരക്ഷിക്കപ്പെടും, പാത്രീരിക്കസ് വിഭാഗത്തിന്റെ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടും. ബഹുഭൂരിപക്ഷം വരുന്നവർക്കുള്ളതായ സ്വാതന്ത്ര്യം, അവർ മൈനോറിറ്റിക്കുള്ളതായ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാതെ ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനുമൊക്കെ ഈ രണ്ട് വഴികളും നല്ലത് തന്നെയാണ്. എന്നാൽ നിയമത്തിന്റെ മുന്നിൽ നിശ്ചയമായിട്ടും ഒരു ബില്ല് കേരള സർക്കാരിന്റെ ഒരു വിഷയമെന്നുള്ള നിലയിൽ, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുള്ള നിലയിൽ നിയമനിർമ്മാണ സഭയിൽ ആ കാര്യങ്ങൾ എടുത്ത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളിലും ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിലൊക്കെ കേസുകൾ വരുന്നുണ്ട്. ഓരോ ദേവാലയങ്ങളിലും വിശ്വാസികൾ ദേവാലയങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവരവിടെ റെസിസ്റ്റൻസ് ആണ്, അവരവിടെ അതിനെ പ്രതിരോധിക്കുകയാണ്. അങ്ങനെ എത്ര കാലം പ്രതിരോധിക്കാനായിട്ട് സാധിക്കും? ഗവൺമെന്റ് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് പള്ളികളൊക്കെ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും, ഇതിനു മുമ്പ് പിടിച്ചെടുത്തിട്ടുള്ളതുപോലെ. അങ്ങനെ ഒരു ദുരന്തം ഇനിയും ഉണ്ടാകാതിരിക്കാൻ നിശ്ചയമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു ക്രിസ്തീയ സഭ എന്നുള്ള നിലയിൽ സഹോദരി സഭയായ മറുവിഭാഗവും ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരത്തിന് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ മുൻപോട്ട് പോവുക എന്നുള്ളത് വലിയ പ്രയാസകരമേറിയ ഒരു കാലം തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ മാനേജിംഗ് കമ്മിറ്റിയിലും തീരുമാനങ്ങൾ എടുത്ത് ഗവൺമെന്റിനെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഇന്നത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങളായി പ്രത്യേകമായിട്ടും സഭയുടെ വരവ് ചെലവ് കണക്കും ബഡ്ജറ്റും ഒക്കെയാണ് ഇന്ന് കൂടുതലും ചർച്ചകൾക്ക് വന്നത്. അതുപോലെ തന്നെ വൈദികരുടെ ക്ഷേമം, വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളതായ പഠനത്തിന് വേണ്ടിയുള്ളതായ സ്കോളർഷിപ്പുകൾ തുടങ്ങിയുള്ള ധാരാളം സേവന ശുശ്രൂഷകൾ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വിപുലമായിട്ട് സഭ തുടങ്ങിവെച്ചിട്ടുണ്ട്. ജൂലൈ മാസം 22-ാം തീയതിയാണ്
ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ 96ാമത് ജന്മദിനം. അദ്ദേഹം ആരോഗ്യപരമായി ക്ഷീണിതനാണ്, ആശുപത്രിയിലാണ്, മെഡിക്കൽ ICUവിലാണ്. ആരോഗ്യം പ്രായം ഒരു പ്രശ്നമാണ്, ശാരീരികമായ ബലഹീനതകളുണ്ട്. എന്നിരുന്നാലും ബാവ തിരുമേനിയുടെ ജന്മദിനം സഭാതലത്തിൽ എല്ലാ പള്ളികളിലും അന്നത്തെ ദിവസം ആരാധന നടത്തി 9 മുതൽ ഉച്ചവരെയുള്ള സമയം സഭയ്ക്ക് വേണ്ടിയും ശ്രേഷ്ഠ ബാവ തിരുമേനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും അദ്ദേഹം ആയുസ്സോടെ ദീർഘായുസ്സിരിക്കണമെന്നുള്ള നിലയിൽ പ്രാർത്ഥനാ ദിനമായി അന്നത്തെ ദിവസം ചെലവഴിക്കുവാനും സഭാതലത്തിലുള്ളതായ തീരുമാനം എടുത്തിട്ടുണ്ട്. സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഒരു റീജിയണൽ സെന്റർ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്രോഡീകരിക്കുവാനായിട്ട് ഇന്നത്തെ ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുണ്ട്. 2024-25 ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ അംഗീകാരം സംബന്ധിച്ച് തുടർന്നുള്ളതായ സെഷനിലായിരിക്കും അതിന് അംഗീകാരങ്ങളൊക്കെ വരികയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ദേവാലയങ്ങൾ നഷ്ടപ്പെട്ട ഇടങ്ങളുണ്ട്, അവിടെയെല്ലാം സാമ്പത്തികമായ വലിയ പ്രയാസം അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അവരിലേക്കുമൊക്കെ സഭാതലത്തിൽ കൂടുതലായുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതായ പദ്ധതികളും ഈ മാനേജിംഗ് കമ്മിറ്റി രൂപം കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതലായുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് സഭാ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മാനേജിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വച്ചിരിക്കുന്നത്. ചർച്ചകൾക്ക് അവരനുകൂല സമീപനമുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ. ഞങ്ങളോട് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ നമുക്കുണ്ട്. ഒരു സഹോദരി സഭകളായിട്ട് 2 സഭകളായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പള്ളികൾ ഇനിയും നഷ്ടപ്പെടാൻ പാടില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതായ പള്ളികൾ പലതും നഷ്ടപ്പെട്ടു. അവിടെയെല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ സെമിത്തേരികളിൽ ഇപ്പോൾ മരണാനന്തര കർമ്മങ്ങൾ നടത്താൻ പുരോഹിതന് അവിടെ കയറാൻ അനുവാദമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയും ക്രിസ്തീയമായ മാനുഷികമായ പരിഗണനകളൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം വരുത്താനായിട്ട് വളരെ വേഗം സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 6 പള്ളികളിൽ പോലീസ് പ്രൊട്ടക്ഷനായി കിടപ്പുണ്ട്. അവിടെ ആരാട് കയറിയിരിക്കുന്ന ഇടവകക്കാരാണ്, ആ പള്ളിയിലെ അവകാശികളാണ്. അവിടെ ഉള്ള സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമാണ്, അവർ മെമ്പേഴ്സാണ്. അവിടെ ഒരു ജനറൽ ബോഡിയുണ്ട്, അവിടെ ഒരു കമ്മിറ്റിയുണ്ട്, അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, അവിടെ ഒരു ആരാധന നടക്കുന്നുണ്ട്. അവിടെ 2, 3, 5 കുടുംബങ്ങൾ മാത്രമാണ് പുറത്ത് നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ സംവിധാനങ്ങൾ. അവരെല്ലാം ഒഴിപ്പിച്ച് ഈ കോടതി വിധിയുള്ള പശ്ചാത്തലത്തിൽ ഈ പറയുന്ന മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക് പള്ളിയും സംവിധാനം മുഴുവൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിൽ നീതികേടുണ്ടെന്നുള്ള ബഹുമാനപ്പെട്ട ജഡ്ജസിനൊക്കെ അറിയാം. പക്ഷേ 2017 സുപ്രീം കോടതിയിലെ വിധിയിൽ ഉള്ള ചില പരാമർശങ്ങൾ ഈ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ജഡ്ജസിനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉടമസ്ഥരായിട്ടുള്ളവരെ പിടിച്ചു പുറത്താക്കിക്കൊണ്ട് അവിടെ തന്നെയുള്ള മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ വിശ്വാസികൾക്ക് വേണ്ടി ആ സംവിധാനം മുഴുവൻ വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. അതിലെന്ത് നീതീകരണമാണുള്ളത്? അതേസമയം അവിടെ ഒരു മൈനോറിറ്റി ഉണ്ട്, അവർക്കൂടി കൂടി ഒരു ആരാധനകളുടെ സംവിധാനത്തെക്കുറിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് ജസ്റ്റിസ് KT തോമസ് പറയുന്നത് റഫറൻഡം നടത്തൂ. റഫറൻഡം നടത്തിയിട്ട് മെജോറിറ്റി ഉള്ളവർ ഭരണം നടത്തിയിട്ട് മൈനോറിറ്റിക്ക് അവകാശങ്ങൾ കൊടുക്കട്ടെ. അത് ആരാധനയാണെങ്കിലും അവകാശങ്ങളാണെങ്കിലും നീതിയുക്തമായിട്ട് കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്.
ആ ഒരു ദിശാബോധത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിലും ഒരു സഭയിലെ രണ്ട് വിഭാഗം എന്നുള്ള നിലയിലും ഇനിയെങ്കിലും ചിന്തിച്ച് പരിഹാരം കാണണം. അതിനുവേണ്ടി ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം ഈ ഒരു റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലേക്ക് മുൻപോട്ട് വരണമെന്നാണ് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന അവരോടുള്ളത്. പക്ഷേ അവർ നിയമം വിട്ട് ഒന്നിനും തയ്യാറല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് കോടതിക്ക് ഇങ്ങനെയുള്ളതായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്. എനിക്ക് മനസ്സിലായല്ലോ ചോദ്യം. ഉണ്ട്. ഇരുവിഭാഗവും ആ ഒരു ദിശാബോധത്തിലേക്ക് തീരണമെന്നുള്ള ഒരു ഞങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരല്ലോ. ഇതിൽ അഗ്രീഡ് പാർട്ടി ഞങ്ങളല്ലേ, വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങളല്ലേ വേട്ടയാടപ്പെടുന്നത്. അപ്പം അവിടെ തീരണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും. അതിനുവേണ്ടി നിയമത്തിന്റെ വഴിയിലൂടെ പോരാട്ടം നടത്തിയിട്ടൊന്നും കാര്യങ്ങൾ ശരിയായ രീതിയിൽ വരുന്നില്ല. സുപ്രീം കോടതി വിധി അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ചില പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നിലയിൽ കാര്യങ്ങൾ ഗവൺമെന്റ് അവരുമായിട്ടും ഞങ്ങളുമായിട്ടുമൊക്കെ ചർച്ച ചെയ്ത് തീർക്കണം. അങ്ങനെ തീരണം. അതല്ല ഏറ്റവും സുഗമമായിട്ടുള്ളതും എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണം എന്നുള്ളത്. അതിൽ മറുവിഭാഗത്തിന് ദോഷം വരുന്ന ഒന്നും അതിൻ്റെ അകത്തില്ല. ഈ അന്യായമായിട്ട് ഒരു വിഭാഗത്തിന്റെ കൈവശം ഇരിക്കുന്ന ദേവാലയങ്ങളും സ്വത്തുക്കളും മുഴുവനും പിടിച്ചവർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു 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 നിവൃത്തി ഉണ്ടാകണം. അതൊരു ശരിയായ ഒരു കാര്യമല്ലല്ലോ. സുപ്രീം കോടതി വിധിയിലുമൊക്കെ പിശകുകൾ വന്നു വിടാമല്ലോ. അത് അതിനെ കാണുന്ന നിലയിലോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഡോക്യുമെന്റേഷന് പുറത്ത് വരുന്ന വിധികളായിരിക്കാം. അവരെയൊന്നും നമ്മൾ കുറ്റം പറയാൻ ആളൊന്നുമല്ല. പക്ഷേ അതിൽ പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക്, വിശ്വാസി സമൂഹത്തിന് ഇങ്ങനെയുള്ള വലിയ ഒരു ദുരന്തമുഖത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അവർ കഷ്ടപ്പെട്ട് പണിത പള്ളികളല്ല അതൊക്കെ തന്നെ. അവരുടെ അവകാശത്തിലും നിയന്ത്രണത്തിലുമൊക്കെ ഇന്നലകൾ വരെ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന വികാരവും വേദനയും അമർഷവും ഒക്കെ വളരെ വലുത് തന്നെയാണ്. അത് കേരള സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള 12 ലക്ഷത്തിലധികം ആളുകൾ അത് ഗവൺമെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം, ഞങ്ങൾ പറയുന്നത് ഗവൺമെന്റാണല്ലോ തീരുമാനിക്കേണ്ടത്, പരിഹാരമുണ്ടാകണം. ഏത് വിധേനയാണെങ്കിലും ഞങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടും ഞങ്ങളുടെ വിശ്വാസം മാനിച്ചുകൊണ്ടും ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടുമുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത്. ഇത് ഞങ്ങൾ കോടതിയോടും പറയുന്നുണ്ട്. കോടതിക്ക് പക്ഷേ ചില ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് കോടതിയും പറഞ്ഞു, ഓക്കെ, ലെറ്റ് ദി ഗവൺമെന്റ് ഡു ദ ലെജിസ്ലേഷൻ. അത് കോടതിയും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ആക്ടിംഗ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ആദരണീയനായ മുസ്താഖിന്റെ ബെഞ്ചിൽ നിന്നും അങ്ങനെ ഒരു പ്രസ്താവന, ഒരു ജഡ്ജ്മെന്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റ് മിഷനറിക്ക് അതിന് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഞങ്ങൾ ആ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ആശാവഹമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഓരോ പള്ളികളും പിടിച്ചെടുക്കാൻ പോലീസ് വരുന്നു, ആളുകൾ അവിടെ റെസിസ്റ്റ് ചെയ്യുന്നു. പോലീസ് സന്നാഹങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പോലീസ് ഫോഴ്സ് എന്തോരം സേനകൾ അവിടെ വിന്യസിപ്പിക്കേണ്ടവരെ വരുന്നത്. ഞങ്ങൾക്കൊരു പള്ളിയിൽ ആരാധിക്കുന്നതിനോ ഞങ്ങൾക്ക് അവകാശം എടുക്കുന്ന ഒരു പോലീസിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അത് മനസ്സിലാക്കണം. ഇപ്പം പെറമാടം പള്ളിയിലൊരു പ്രശ്നമുണ്ടായി, ഒരു വിധി വന്നു, അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് പള്ളി പിടിച്ചു കൊടുത്തു. അതിനുശേഷം അവരുടെ കസ്റ്റഡി തന്നെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് അനുകൂലമായ വിധി വന്നു, പോലീസിനെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല. അവർ തന്നെ നേരെ കയറി കുർബാനയിൽ പള്ളി അവരുടെ കസ്റ്റഡിയിലാക്കി. ഇവിടെയാണ് വ്യത്യാസം നമ്മൾ കാണേണ്ടത്. ഇവിടെ ഉടമസ്ഥരുടെ കയ്യിൽ പള്ളി ഇരിക്കുന്നവർ ആരാധിക്കുന്നു, അവിടെ അവർക്ക് പോകുന്നതിന് ആരുടെയും പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ ഇപ്പം പിടിച്ചെടുത്ത പള്ളികളിലൊക്കെ സ്ഥിതികൾ വേറെയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സംസ്കാരമുള്ള ഒരു ജനാധിപത്യ സംസ്കൃതിയിൽ ഒട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞാനല്ലല്ലോ പറയേണ്ടത്.
നിയമ ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ടല്ലോ. സർക്കാരിനോട് പ്രതിഷേധമല്ല, സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ ആ ആവശ്യം റിപ്പീറ്റഡായി സർക്കാർ വീണ്ടും വീണ്ടും പറയുകയാണ്. നിയമനിർമ്മാണത്തിന് ഇപ്പോൾ പ്രധാനമായിട്ടും എതിര് നിൽക്കുന്നത് മറുവിഭാഗമാണ്. വളരെ വ്യക്തമാണ്. സർക്കാർ നടത്തേണ്ടതെങ്കിലും അപ്പോൾ നിയമനിർമ്മാണം ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ തീർക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ അത് നമ്മളതിന് കാത്തിരിക്കുകയാണ്. എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. നമ്മളത് പറഞ്ഞത് ശരിയല്ലല്ലോ. അങ്ങനെ ഉദ്ദേശിച്ചില്ല. പ്രതിഷേധം അതുപോലെ തന്നെ തുടരും, അത്ര മാത്രമേ പറയാനൊക്കത്തുള്ളൂ. പള്ളികൾ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ ഈ വിഷയം എപ്പോഴെങ്കിലുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. അവരുമായിട്ട് പല സന്ദർഭങ്ങളും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആ സംസാരമൊന്നും ഒരു അക്സെപ്റ്റബിൾ ഫോർമുലയിൽ ഇത് വന്നിട്ടില്ല. നമുക്ക് അവർ പറയുന്നത് അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവരെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരും കൂടെ കൂടി അതിനൊരു അനുകൂലമായ സമീപനം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചയിൽ വരികയാണെങ്കിൽ സ്വാഭാവികം ഞങ്ങളെയും അറിയിക്കുമായിരിക്കും. തീയതി അടുത്ത ഉണ്ടായിട്ടില്ല. അന്ന് നടന്ന ചർച്ചകൾ അധികം ഫലപ്രദമായില്ല. അത് പിന്നെ അങ്ങോട്ട് ആ കണ്ടീഷൻസ് ഒന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. അങ്ങനെ അതങ്ങ് അവസാനിക്കുകയാണ് ചെയ്തു. നേരിട്ട് ചർച്ച ചെയ്താൽ തീരുന്നൊരു വിഷയമായിരുന്നെങ്കിൽ പണ്ടേ തീരുമായിരുന്നു. അപ്പം നേരിട്ട് ചർച്ച ചെയ്യാതെ മീഡിയേഷന് നമ്മളെപ്പോഴും വില്ലിംഗ് ആണ്. ഇതര സഭകളോ ഗവൺമെൻറ്റോ ഏത് മിഷണറി ആണേലും ചർച്ചകൾക്ക് ഞങ്ങൾ വില്ലിംഗ് ആണ്. പക്ഷേ അങ്ങനെയുള്ള ചർച്ചകൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, വിധി നടപ്പാക്കിയാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുക. അവരെ നമ്മൾ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, അവർക്ക് വിധിയുണ്ട്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷേ അവർ ഇതിൻ്റെ റിയാലിറ്റീസ് ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. ആ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് കോടതി വിധി മാത്രമല്ലല്ലോ. അതിലുള്ളതായ നീതികേടുണ്ട്, അവിടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവിടെയാണ് അവരൊരു ഫോർമുല, കോംപ്രമൈസിങ് ഫോർമുലയിലേക്ക് വരേണ്ടത്. അതിന് അവർ വരുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. സർക്കാരുടെ ഇടപെട്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അതായിരിക്കും ഫ്രൂട്ട്ഫുൾ ആവത്തുള്ളൂ എന്നല്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ചർച്ച് ബില്ല് കൊണ്ടുവന്ന് ഈ വിഷയം തീർക്കണമെന്നാണ്. അത് ഒരു 99% അതിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. ആ നിലയ്ക്ക് ആ ബില്ല് കൊണ്ടുവന്ന് തീർക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ സർക്കാരിനോട് പറയുന്നത്. പക്ഷേ സർക്കാരിന് കുറച്ചുകൂടി സമയം അതിന് വേണം. സമവായത്തിനുള്ളതായ ശ്രമങ്ങളിൽ നിന്നും പിൻപോട്ട് പോയിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് അതിന് വിശദാംശങ്ങളൊന്നും അറിയത്തില്ല. അത് ഞങ്ങളും അതിൽ വളരെ കൺഫ്യൂസ്ഡാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പം വരുന്ന 8-ാം തീയതി കോടതി വീണ്ടും കേസ് വരുന്നു. ജഡ്ജസ് എന്താ പറയാമെന്ന് അറിയത്തില്ല. 8-ാം തീയതിക്ക് മുമ്പേ പള്ളികളെല്ലാം അതിൻ്റെ വിധി ലെറ്റർ ആൻഡ് സ്പിരിറ്റ് നടപ്പാക്കി കൊടുത്തോളാന്ന് കോടതി കൊടുത്തിട്ടുണ്ട്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ നമ്മൾ പ്രത്യാശ കൈവിടാതെ ക്രിസ്ത്യാനികളായി പോയില്ലേ, അപ്പം പ്രത്യാശ കൈവിടാതെ കാത്തിരിക്കുന്നു. എല്ലാം എന്തെങ്കിലും ശുഭകരമായ ഒരു തീർപ്പുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മാത്രം, ആ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീരാൻ വളരെ നിമിഷ നേരങ്ങൾ തീർക്കാനായിട്ട്. അല്ല, ഒരു തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്. ആരുമാണ് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ദേവലോകത്ത് ബാവായിട്ട് ചർച്ചയ്ക്ക് പോകാൻ ഒരു മടിയുമില്ല. അതിന്
ആളുകൾ വളരെ നിരാശരാണ്. പക്ഷേ അവരെല്ലാം ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അവിടെയും അവർ ഈ പ്രതികൂല സാഹചര്യത്തിൽ മറിച്ചൊരു നിലപാടെടുക്കാൻ തയ്യാറല്ല. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ മറ്റ് സംവിധാനങ്ങളുണ്ടാവും. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, വളരെ പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു പൂർവിക വിശ്വാസം ത്തിൽ നിലനിൽക്കുന്നു. അതിൽ തന്നെ മുൻപോട്ട് പോകണമെന്നുള്ള ഒരു വിശ്വാസ സ്ഥിരത ഈ അപകടഘട്ടത്തിൽ ജനങ്ങൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു ബലമായിട്ട് കാണുന്നത്. അവരെ കേട്ടുകൊണ്ടും അവരുടെ കൂടെ നിന്നുകൊണ്ടുമാണ് ഈ പ്രതിസന്ധികളിലെല്ലാം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് മാറി നിൽക്കുന്നില്ല. അവരെ കേട്ടും അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് മുൻപോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പള്ളികൾ നഷ്ടപ്പെട്ടപ്പോഴൊന്നും നമുക്കങ്ങനെ ജനങ്ങളൊന്നും ആ രീതിക്ക് പള്ളി നഷ്ടം പള്ളിയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് അധികം ആളുകളൊന്നും അങ്ങനെ പോയിട്ടില്ല. വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാമെന്നല്ലാതെ സഭയോടൊപ്പം എല്ലാവരും നിന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഉണ്ട് 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 അല്ല, ഞങ്ങളും ആഗ്രഹിക്കുന്നത് വൈകാരികമായ ഐക്യമുണ്ടാകണം. രണ്ട് സഭകൾ ആയി സഹോദരി സഭകളെ പോലെ സഹവസിക്കണം. പീസ്ഫുൾ കോയ എക്സിസ്റ്റൻസ് എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയമാണ്. അങ്ങനെ വരുമ്പം രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. മാർപ്പാപ്പായുടെ കീഴിൽ ഇവിടെ 4 റീത്തുണ്ട്. ഈ 4 റീത്ത് 4 കത്തോലിക്ക് 4 റീത്തുകൾ. അവർക്ക് സെപ്പറേറ്റ് സിനഡുണ്ട്, സെപ്പറേറ്റ് ആരാധനകളുണ്ട്, സെപ്പറേറ്റ് ക്രമങ്ങളുണ്ട്, സെപ്പറേറ്റ് സംവിധാനങ്ങളുണ്ട്. അതെല്ലാം 4 ആണെങ്കിലും 4 ഒന്നാണ്, ഒരു പോപ്പിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിനൊക്കെ തുറന്ന ചർച്ചകൾ വേണം. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പാത്രീക്ക് സ്വഭാവം അംഗീകരിക്കുക ഞങ്ങൾക്ക് നിർബന്ധമില്ല. സുപ്രീം കോടതി വിധിയിലും 34-ലെ കോൺസ്റ്റിറ്റ്യൂഷനിലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും അന്ത്യോക്യ പാത്രീക്കീസ് തന്നെയാണ് സഭയുടെ പരമാധ്യക്ഷൻ. അതിന് അവർക്ക് മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ മാറ്റം വരുത്തിയപ്പോൾ അരുൺ നിഷേധം പറയുന്നുണ്ട് 108-ാമത്തെ ക്ലോസ് 107-ാമത്തെ ക്ലോസിൽ അംഗീകരിക്കുന്ന പാത്രീക്കീസ് ഒണ്ടയിലെ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് അരുൺ മിശ്രയുടെ ബെഞ്ചിൽ അവർ വാദിച്ചു. കോടതി ഇത് അംഗീകരിച്ചിട്ടില്ല. അന്ത്യോക്യ പാത്രീക്കീസിനെ സംബന്ധിച്ച് റൈവൽ ക്ലൈമന്റ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഈ സഭയുടെ പാത്രീക്കീസ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞപ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 107-ാമത്തെ ക്ലോസ് ന്യൂട്രലായി. അപ്പം അന്ത്യോക്യ പാത്രീക്കീസ് അവരുടെയും ആത്മീയ മേലധ്യക്ഷനാണെന്നുള്ളത് കോടതി അംഗീകരിച്ചിരിക്കുന്നതാണ്. ആ പേട്രിയാർക്കിൽ വിശ്വസിക്കുന്നവർക്ക് തുടർന്ന് വിശ്വസിക്കാമെന്ന് ഈ കോടതിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അവിടെ ഒരു അവ്യക്തതയില്ല. പക്ഷെ ഇവിടെ പാത്രീക്കീസിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. അവർ പറയുന്നു സ്വതന്ത്ര സഭയാണെന്ന് പറയുന്നു. ഈ മെജോറിറ്റി ജഡ്ജ്മെന്റിൽ സ്വതന്ത്ര സഭാവാദം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതാണ്. ഇതെല്ലാം വ്യക്തമായ കോടതി രേഖകളുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഇത് യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് ആദ്യത്തെ 2 ക്ലോസ് 34 കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ഒരു ഭാഗമാണിത്. അതല്ല ഇത് സ്വതന്ത്ര സഭയാണെന്നുള്ള വാദമുഖങ്ങൾ സുപ്രീം കോടതി 95-ലെ വിധിയിൽ അത് നള്ളിഫൈ ചെയ്തിട്ടുള്ളതാണ്. പൊതുവായ സഭയുടെ ഭാഗമാണെന്ന്. ഇതൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതേസമയം ആ കോടതി വിധിന് അവസാനം പറയുന്നുണ്ട് 2 സഭകളും ക്രിസ്തീയ സാക്ഷ്യം വികലമാക്കാത്തൊരു നിലയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണമെന്നാണ് ജസ്റ്റിസ് അരുൺ മിശ്ര കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനവർ തയ്യാറായില്ല. അതിന് പകരം പള്ളിപിടുത്തവുമായിട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ കോടതികൾ ജസ്റ്റിസ് പറയുന്ന പാരലൽ അഡ്മിനിസ്ട്രേഷൻ വേണ്ട എന്ന പരാമർശം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ പാരലൽ അഡ്മിനിസ്ട്രേഷനായിട്ട് കോടതി മുദ്രകുത്തി. അങ്ങനെ വന്നപ്പം അവർ ഒറിജിനൽ സഭയും ഞങ്ങൾ നൂതന സഭയുമായിട്ടും വിഘടിത വിഭാഗവുമായിട്ട് ഇവർ ചിത്രീകരിച്ചു. ഒരു പരിധി വരെ കോടതി അവർക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താനും സാധിച്ചു. അതൊക്കെ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പക്ഷേ കോടതി ആ കാര്യങ്ങൾ ആ നിലയിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചു. അങ്ങനെ വന്ന വിധികളാണ്. അതുകൊണ്ടുണ്ടായിട്ടുള്ളതായ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്.